This is the future. നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ സുജിത്വാidyan. ഇന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ തരുവാണ്. തമ്മിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഐറ്റം എന്നുള്ളത്. അതൊരു ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആണ്. ഇപ്പോൾ നമ്മളൊരു റബ്ബറും തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇതിന് താഴെ ഒരു വയലുണ്ട്. ആ വയലിൻ്റെ കരയിലേക്ക് പോയിരുന്നാണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതുവരെ പോയി നോക്കിയില്ല അങ്ങോട്ട്, ഇനി അങ്ങോട്ട് പോവാണ്. നിങ്ങൾ എൻ്റെ കൂടെ വാ. അങ്ങനെ നമ്മൾ റബ്ബറും തോട്ടത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഈ എന്താ പറയുക വയലിലേക്ക് വന്നു. ചുറ്റും നെൽപ്പാടമാണ്. നിങ്ങൾക്ക് ഞാൻ അടുത്ത ഷോട്ടിൽ കാണിച്ചു തരാം. ചുറ്റും നെൽപ്പാടമാണ് ഇവിടെ. ഇതിൻ്റെ അടുത്തൊരു വാഴത്തോട്ടമുണ്ട്. അവിടെ വെച്ചാണ് നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഞങ്ങളിവിടെ തീ കത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പാടത്തിൻ്റെ ഭംഗിയൊന്ന് കണ്ടേച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ തീ കത്തിച്ച് കഴിയും. നമ്മളങ്ങനെ തീയിട്ട് നല്ലപോലെ ചൂടായി. അതിലേക്ക് നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ കടുക്, നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത്, ഇത്തിരി തീ വലിച്ചോണി, ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. നമ്മളതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് ഇത്രയും ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അതിലേക്ക് സ്വല്പം ഉപ്പിട്ട് അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചതിന് തിളപ്പിച്ചെടുക്കണം. അത് 2 കിലോ ബീഫാണുള്ളത്. ഇത് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ലൈമ്, പെപ്പർ, കുരുമുളക്, അതേപോലെ ഉപ്പ് ഇത്രയിട്ട് ഇതിന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2 hours മേളിൽ ഇപ്പോൾ മാരിനേറ്റ് ചെയ്തു. ഈ തിളച്ച് ഇരിക്കുകയാണ്. തിളച്ചതിലോട്ട് നമുക്കിനി ഇത് ആഡ് ചെയ്യാം. ഇതിപ്പം നമ്മൾ ഇതിനകത്തിട്ടിട്ട് ആ ഗ്രേവിയിലൊക്കെ വീണ് ഈ ബീഫിലെല്ലാം അത് പിടിച്ചിട്ടുണ്ട്. ഈ ബീഫിന് 2 മണിക്കൂർ കിടന്ന് വേവണം. ഈ ചൂടിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെയാണ് ഇതിനെ വരട്ടിയെടുക്കുന്നത്. ഇതിനകത്തേക്ക് ഇനി നമ്മൾ
ഞാൻ ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞായിരുന്നല്ലോ ഈ സർവ്വസുഗന്ധിയെ പറ്റി. സർവ്വസുഗന്ധിയും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതിനെ നമ്മൾ തിളപ്പിക്കും. നല്ലപോലെ തിളപ്പിച്ച് വരട്ടിയെടുക്കുന്നത്. നിങ്ങൾ ടൈം ലാപ്സ് കണ്ടേച്ചിട്ടോ. അപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഭംഗിയെല്ലാം കണ്ടില്ലേ. ഇനി നമുക്ക് ബീഫ് എന്തായെന്ന് നോക്കാം. ബീഫ് ഓൾമോസ്റ്റ് വറ്റി തുടങ്ങി. അതിലേക്ക് ഇനി നമ്മൾ മസാല പൊടിച്ചത് ആഡ് ചെയ്യാം. ഇത് നമ്മൾ പെരിഞ്ചീരകം മാത്രം പൊടിച്ചതാണ്. ഇത് മറ്റുള്ള മസാലകളെല്ലാം കൂടെ പൊടിച്ചത്. ഇതിനെ ഇനി ഇളക്കി ഇനിയും കൂടെ വറ്റി വരുമ്പോഴത്തേക്ക് ഇനി അത് ഈ ഗ്രേവി എല്ലാം കൂടെ ബീഫിൽ പറ്റിയിരിക്കും. നമ്മൾ വെള്ളമെല്ലാം പറ്റി ബീഫ് നല്ലപോലെ വെന്തു. ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയിലാണ് ഇനി വരട്ടുന്നത്. നമ്മൾ ഇറക്കുന്നതിന് മുമ്പ് സ്വല്പം മസാല കൂടെ ആഡ് ചെയ്യും. വെളിച്ചെണ്ണയും രണ്ടാമതും കൂടെ ആഡ് ചെയ്യും. ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ ഇളക്കി ഇനി ഇത് അടുപ്പിൽ നിന്ന് നമ്മൾ ഇറക്കുക ചെയ്യുന്നത്. നമ്മൾ അടുപ്പിൽ നിന്ന് ഇതിനെ ഇറക്കി ജസ്റ്റ് ചെറുതായിട്ടും തണുത്തിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. പാടിയേ കഴിക്കട എടുത്ത് ചൂടുണ്ട്. ഓക്കെ ഉണ്ണി. ബീഫ് നല്ലപോലെ കിടന്ന് എന്താ പറയുക ആ ചൂടിൽ കിടന്ന് വെന്ത് അതിൻ്റെ നല്ല സോഫ്റ്റായി നല്ല എന്താ പറയുന്നത് നല്ല അലുവ പരുവത്തിലിരിക്കുകയാണ് ബീഫ്. ഇപ്പോൾ നിങ്ങൾ ട്രൈ നോക്കുമല്ലേ. അമ്പലത്തിലെ പാട്ട് കേൾക്കാം. ദീപാവലി സമയം തോന്നും എന്ന് പറയുന്നുണ്ട്. ഈ വീഡിയോ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ ഇതിലൊരു കിടിലൻ വീഡിയോ ആയിട്ട് വരുന്ന വരെ ടേസ്റ്റ് ക്രൂസർ സൈനിങ് ഓഫ്. This is the future.